മതസ്പർദ്ധ വളർത്തുന്ന അഭിമുഖം നൽകിയ കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷയുമായി മുൻ DGP TP സെൻകുമാർ ഹൈക്കോടതിയിലെത്തി. സെൻകുമാർ നൽകിയ മുൻകൂർ ജാമ്യ ഹർജി ഉച്ചയ്ക്ക് ശേഷം പരിഗണിക്കുന്നുണ്ട്. തന്റെ അഭിമുഖം വളച്ചൊടിച്ചാണ് വാരിക പ്രസിദ്ധീകരിച്ചതെന്നാണ് സെൻകുമാറിന്റെ വാദം. അറസ്റ്റ് ചെയ്താലും ജാമ്യത്തിൽ വിടാൻ അന്വേഷണ ഉദ്യോഗസ്ഥന് നിർദ്ദേശം നൽകണമെന്നും സെൻകുമാർ പറയുന്നു. വിവരങ്ങളുമായി സാലി മുഹമ്മദ് ചേരുന്നു. സാലി, ക്രൈംബ്രാഞ്ച് ഇതുമായി ബന്ധപ്പെട്ട അഭിമുഖത്തിന്റെ പേരിൽ കേസ് എടുത്ത സാഹചര്യത്തിൽ കൂടിയാകാം മുൻകൂർ ജാമ്യ നീക്കവുമായി മുൻ DGP എത്തുന്നത്, അല്ലേ? അജിംഷാ, തീർച്ചയായും IPC 153A പ്രകാരം ജാമ്യമില്ലാത്ത വകുപ്പുകളാണ് സെൻകുമാറിനെതിരെ ചുമത്തിയിരിക്കുന്നത്. കാരണം മതസ്പർദ്ധ വളർത്തുന്ന രീതിയിൽ പ്രചരിപ്പിച്ചു, അഭിമുഖം നൽകി, പരാമർശങ്ങൾ നടത്തി എന്നുള്ളതാണ് കേസിന് ആധാരമായ കാര്യം. അതുകൊണ്ട് തന്നെ വളരെ വിശദമായി ക്രൈംബ്രാഞ്ച് ഈ ഓഡിയോ ടേപ്പ് കേൾക്കുകയും അക്കാര്യത്തിൽ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനിൽ നിന്ന് നിയമോപദേശം തേടുകയും ചെയ്തിരുന്നു. അതുകൂടി അടിസ്ഥാനമാക്കിയാണ് 153A പ്രകാരം സെൻകുമാറിനെ പ്രതിയാക്കി കേസെടുത്തത്. സ്വാഭാവികമായും ജാമ്യമില്ലാ വകുപ്പായതുകൊണ്ട് തന്നെ അറസ്റ്റിന് സാധ്യതയുണ്ട് എന്ന് മുൻകൂട്ടി കണ്ടാണ് സെൻകുമാർ ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ മുൻകൂർ ജാമ്യ ഹർജിയിൽ പറയുന്ന കാര്യങ്ങൾ ഇവയാണ്. താൻ പറയാത്ത കാര്യങ്ങൾ ആണ് വാരികയിൽ അച്ചടിച്ചു വന്നത്. വാരിക തന്റെ അഭിമുഖം വളച്ചൊടിക്കുകയായിരുന്നു. വിവാദമായ പരാമർശങ്ങൾ അഭിമുഖത്തിൽ താൻ നടത്തിയിട്ടില്ല. തന്റെ അറിവോ സമ്മതമോ ഇല്ലാതെയാണ് സംഭാഷണ കാര്യങ്ങൾ പ്രസിദ്ധീകരിച്ചത്. ഇത് സംബന്ധിച്ച് വാരികയുടെ പത്രാധിപർക്ക് താൻ കത്ത് നൽകിയിരുന്നു. ആ കത്തിന്റെ പകർപ്പ് DGPക്ക് നൽകിയിരുന്നു. ഒപ്പം കേസ് അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ചിന്റെ സൈബർ സെല്ലിനും കൈമാറിയിരുന്നു. തുടങ്ങിയ കാര്യങ്ങൾ അദ്ദേഹം വിശദീകരിക്കുന്നു. മാത്രമല്ല, കേസിന് കാരണം, തനിക്കെതിരെയുള്ള കേസിന് കാരണം ഈ അന്വേഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരുമായുള്ള അഭിപ്രായ വ്യത്യാസമാണെന്നും സെൻകുമാർ വിശദീകരിക്കുന്നു. അദ്ദേഹം ഹർജിയിൽ ആവശ്യപ്പെടുന്ന പ്രധാന കാര്യം ഇതാണ്: ഇനി അറസ്റ്റ് ചെയ്താലും ജാമ്യത്തിൽ വിടാൻ അന്വേഷണ ഉദ്യോഗസ്ഥന് നിർദ്ദേശം നൽകണമെന്നാണ് അദ്ദേഹത്തിന്റെ ഹർജിയിലെ ഒരു പ്രധാന ആവശ്യം. സാലി, ഇതുമായി ബന്ധപ്പെട്ട് ഇതേ അഭിമുഖത്തിലാണ് മറ്റൊരു കേസ് കൂടി ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ മറ്റൊരു പരാമർശം കൂടി സെൻകുമാർ നടത്തിയത്. അതിൽ ഇതിന്റെ ശബ്ദരേഖ കൃത്യമായി പോലീസിന് കൈമാറിയിട്ടുണ്ട് ഈ വാരികയുടെ മേധാവി. അജിംഷാദ്, അത് സംബന്ധിച്ച്, അതായത് നടിയെ അപകീർത്തികരമായി അപമാനിക്കുന്ന രീതിയിൽ സംസാരിച്ചു എന്നുള്ളതായിരുന്നു അത് സംബന്ധിച്ച് കേസ് ഉടൻ തന്നെ രജിസ്റ്റർ ചെയ്യുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതായാലും അത് സംബന്ധിച്ച് തെളിയിക്കുന്നതിന് വേണ്ടി, ഉറപ്പാക്കുന്നതിന് വേണ്ടി ഈ ഓഡിയോ ടേപ്പ് ക്രൈംബ്രാഞ്ച് സംഘം പരിശോധിച്ചിട്ടുണ്ട്. പക്ഷേ ആദ്യം കിട്ടിയ 6 പരാതികൾ, ഈ 6 പരാതിയും മതസ്പർദ്ധ വളർത്തുന്ന രീതിയിൽ നടത്തിയ ചില പരാമർശങ്ങളുടെ പേരിലായിരുന്നു. അതായത് 100 കുട്ടികൾ കേരളത്തിൽ ജനിക്കുമ്പോൾ 42 എണ്ണവും മുസ്ലിം സമുദായത്തിൽ നിന്നാണ്. ഇത് ആശങ്ക വർദ്ധിക്കുന്നു. കേരളത്തിൽ ലവ് ജിഹാദ് നടക്കുന്നില്ലെന്ന് പറയാനാവില്ല തുടങ്ങിയ പരാമർശങ്ങളായിരുന്നു സെൻകുമാറിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത്. അതിനെതിരെയാണ് ആദ്യം പരാതി ലഭിച്ചത്. ആ പരാതിയിന്മേലാണ് ഈ പ്രസ്തുത വാരിക അധികൃതരോട് തെളിവ് ഹാജരാക്കാൻ ക്രൈംബ്രാഞ്ച് ആവശ്യപ്പെട്ടത്. അപ്പോഴാണ് ഈ ഓഡിയോ ടേപ്പ് ഹാജരാക്കിയത്. ആ ഓഡിയോ ടേപ്പിലാണ് നടിക്കെതിരെയുള്ള ചില പരാമർശങ്ങൾ കൂടി അന്വേഷണ സംഘത്തിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. അതും തുടർന്ന് ഇനി ഈ കേസിൽ ഉൾപ്പെടുത്തുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതായാലും ഇക്കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടിയാണ് കേസെടുത്തിരിക്കുന്നതെങ്കിലും ഈ അദ്ദേഹത്തിന്റെ മുൻകൂർ ജാമ്യ ഹർജിയിൽ സൂചിപ്പിക്കുന്നത് ഈ മതസ്പർദ്ധ വളർത്തുന്ന രീതിയിലുള്ള പരാമർശങ്ങൾ സംബന്ധിച്ച കേസിനെ കുറിച്ചാണ്. തീർച്ചയായും സാലി മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്.